അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഉത്തരാഖണ്ഡ് യാത്ര അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓളി, ബദ്രിനാഥ്, മനയൊക്കെ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ കാണുക. അപ്പോൾ ഇന്നത്തെ യാത്ര തിരിച്ച് ഡൽഹിക്കാണ്. ചോപ്പട്ട വഴിയാണ് യാത്ര. ചോപ്പട്ട, ചാമോലിയൊക്കെ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു 2021 ഒരു വലിയ വെള്ളപ്പാച്ചിലൊക്കെ അവിടെ ഉണ്ടായി. ഒരുപാട് പേര് മരണമൊക്കെ അടഞ്ഞിട്ടുള്ള ഒരു റൂട്ടാണത്. 2021 അത് സംഭവിച്ചത്. ഏതായാലും ഈ റൂട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് പോകാനുള്ള റൂട്ടൊക്കെ ഇച്ചിരി വീതിയൊക്കെ കുറവുള്ള വഴിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഉൾനാട്ടിലുള്ള ഒരു ഗ്രാമം എന്നൊക്കെ പറയാൻ പറ്റും. എന്താ ഒരു പുല്ലൊക്കെ ചുമന്നുകൊണ്ട് വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താ ഒരുപാട് ആളുകളുണ്ട് ഇതേപോലെയൊക്കെ പുല്ലൊക്കെ ആയിട്ട് വരുന്നവർ. പിന്നെ അതാ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നദിയൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ കുറേ പാലങ്ങളും അതേപോലെയൊക്കെയുള്ള ഒരുപാട് പ്രദേശങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ ടൗണുകളെന്ന് പറയാനായിട്ടൊന്നുമില്ല, ചെറിയ ടൗണുകൾ ആണ് എല്ലാം ഉള്ളത്. പിന്നെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടാനായിട്ട് വളരെ പാടാണ്. ഏകദേശം 40 കിലോമീറ്ററോളം ഉള്ളൂ ഇതിൻ്റെ ഈ കാടിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെയുള്ള യാത്ര. പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ ഇതിന് മുന്നേ വന്നു കഴിഞ്ഞപ്പോൾ റോഡൊക്കെ വളരെ മോശമായിരുന്നു. ഏകദേശം അതൊരു 5-6 മണിക്കൂറൊക്കെ എടുക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയായിപ്പോയി. പിന്നെ നമുക്ക് ചോദിക്കാനായിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പൊക്കെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. പിന്നെ ചോദിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. പിന്നെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ നമ്മുടെ പുറകെയൊന്നും വണ്ടികളേ ഇല്ല. നമ്മൾ ഏറെക്കുറെ ഒരു സോളോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പേടിപ്പിക്കുന്ന ഒരു റൂട്ട് തന്നെയാണ് ഇത്. ഈ ലെഫ്റ്റ് സൈഡിൽ ചാടിക്കിടക്കുന്ന പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് ഒരു ഔഷധ ഗുണമുള്ള ഉത്തരാഖണ്ഡ് മാത്രം കാണുന്ന ഒരു പൂക്കളാണ്. നമ്മുടെ നാട്ടിലെ ചെത്തിപ്പൂവൊക്കെ പോലത്തെ ഒരു പൂവ്. അതിനകത്ത് ഇവർ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് ഞാനൊരു ബോട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ചിട്ട് കലക്കി കുടിച്ച് നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചെത്തിപ്പൂവിൻ്റെ ഉള്ളിലുള്ള തേൻ കുടിക്കുന്ന അതേ ഒരു ടേസ്റ്റ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പെട്രോളോ അല്ലെങ്കിൽ വേറൊന്നും കിട്ടാനില്ല. അതേപോലെ തന്നെ ആളുകളുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് വഴിയൊക്കെ ഒന്നും ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. പിന്നെ കുറേ മാനുകളും അതേപോലുള്ള ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞപ്പോഴേക്കും കണ്ടായിരുന്നു. ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സൂര്യനൊക്കെ അസ്തമിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ 1-2 വാച്ച് ടവറുകളുണ്ട്. അതേപോലെ തന്നെ മെയിനായിട്ടും ഈ ഹിമാലയൻ മൊണാൽ എന്ന് പറയുന്നുള്ള ഒരു ബേർഡ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊന്ന് കാണണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ നടന്നില്ല. ഈ ചോപ്പട്ട പ്രദേശത്ത് ഒരുപാട് പക്ഷികളുണ്ട് അതേപോലെയുള്ള. അപ്പോൾ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റും. അതല്ലാതെ ഫോട്ടോയൊന്നും അത്ര പെട്ടെന്ന് പോയി ഫോട്ടോയൊന്നും എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാര്യം നമുക്ക് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാലാണ് പക്ഷികളൊക്കെ എവിടെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി ആ സമയത്ത് പോയി ഒരു പക്ഷേ രാവിലെ ആയിരിക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് പോയി നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഏറെക്കുറെ സ്പീഡിലിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ ഒരു ഹിമാലയൻ മൊണാൽ ഉണ്ടായിരുന്നു. ഒരെണ്ണം ആദ്യം കൂടെ പറന്നു പോകുന്നത് ഞാൻ കണ്ടു. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല. അതിന് മുന്നേ അത് അങ്ങ് കവർ ചെയ്ത് പോയി. അപ്പോൾ ഞാനിവിടെ വണ്ടിയൊക്കെ നിർത്തി ഞാൻ നോക്കി കാടിൻ്റെയൊക്കെ സൈഡിൽ കൂടെ. പക്ഷേ അതിനെ കാണാൻ പറ്റിയില്ല. ഏകദേശം വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ഈ പക്ഷികളെയൊക്കെ കാണാനായിട്ട് ഇനി ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെയാണ് പക്ഷികൾ കൂടുതലും കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ഒരു വിചാരത്തിലാണ് എൻ്റെ യാത്ര. പിന്നെ ഇത് നല്ല ഹൈറ്റ് കൂടുതലുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട്. ഈ അടുത്തിടെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ വഴി ആയതുകൊണ്ട് ഈ തവണത്തെ യാത്രയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നല്ലൊരു വഴിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെക്കുറെ സ്പീഡിനൊക്കെ പോകാൻ പറ്റി. ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് നമ്മൾ കാട്ടിൽ കൂടി സ്ലോ ആയിട്ട് പോകുന്ന അത്ര ഒരു സേഫല്ല. പിന്നെ ആനിമൽസൊക്കെ ഉണ്ട്. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മാനുകളൊക്കെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആനിമൽസൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ കാണാനുള്ള പക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാലയൻ മൊണാലാണ്. ഹിമാലയൻ മൊണാലിനെ കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. ഏകദേശം മയിലിനെ പോലെയൊക്കെ ഇരിക്കും. അതേപോലെ പീലിയൊന്നുമില്ല. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ ഒരു കോഴിയുടെ അത്രയും വലിപ്പം ഉണ്ടാവും. ഒരു ഫീമെയിൽ പീക്കോക്കിൻ്റെ ഒക്കെ ഒരു ഷേപ്പ്. അപ്പം നമ്മൾ മൊണാലിനെ കാണാനുള്ള സാധ്യതയൊക്കെ ഇല്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടെങ്കിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തിയത് എന്താണ് എന്ന് നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലായി കാണത്തില്ല. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി ഇതാ ചുറ്റുമൊക്കെ ഒന്ന് നോക്കി, പുറകിലേക്കൊക്കെ ഒന്ന് നോക്കി. ഒരു പക്ഷേ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണത്തില്ല. ഇതാ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം അന്വേഷിച്ചുകൊണ്ട് നടന്ന ആ ഒരു പക്ഷി ഇതാണ് ഹിമാലയൻ മൊണാൽ. അപ്പോൾ നമ്മളിത് പുറകിലേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അതാത് റോഡ് ക്രോസ് ചെയ്ത് അങ്ങ് പറന്നു പോകുന്നുണ്ടായിരുന്നു. 2 പക്ഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നടന്ന് ചെന്ന് നോക്കി. പക്ഷേ അതിനെ കാണാൻ പറ്റിയില്ല.
ഞാനതിൽ ഒന്നും കൂടെ കാണിക്കാം. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ചെറിയ പിക്ചറിലുള്ള ഒരു പക്ഷിയാണത്. ഹിമാലയൻ മൊണാൾ എന്നാണ് ഇതിൻ്റെ പേര്. ചുവപ്പട്ട വരുന്നവർക്ക് കാണാൻ കിട്ടുന്ന ഒരു ഭാഗ്യമുള്ള പക്ഷിയാണിത്. അപ്പോൾ നമുക്ക് ആ ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് അതിനെ കാണാൻ പറ്റിയത്. എൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണിത്. ഈ രണ്ടാമത്തെ ട്രിപ്പിലാണ് ഇതിനെ കാണാൻ പറ്റിയത്. ആദ്യത്തെ ട്രിപ്പിലൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും ഇതിനെയൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതായാലും ആ ആഗ്രഹം സാധിച്ചു. എനിക്ക് പക്ഷികളെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെയായിരിക്കും എൻ്റെ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എല്ലാം പീക്കോക്കൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് പക്ഷികളെ കൂടുതൽ ഇഷ്ടം വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള സോളോ ട്രിപ്പൊക്കെ പോകണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്ന ഒരു ട്രിപ്പാണിത്. അപ്പോൾ വീണ്ടും വരും ദിവസങ്ങളിൽ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ബൈ.